അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കുട്ടികളെ, ഉറുദുവിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ എടുത്ത പാഠഭാഗങ്ങളെല്ലാം എല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. കുറേ പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഒക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അതുപോലെ ഉറുദു ഗ്രാമർ, സർഫ്, സഗീറുമായി റിലേറ്റഡായ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതെല്ലാവരും പഠിച്ചിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിക്കണം. തുടർന്നുള്ള ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതുമായി ഇന്നലെ നമ്മൾ പഠിച്ച ഗ്രാമറുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇന്നലെ നമ്മൾ പഠിപ്പിച്ച് തന്ന ഗ്രാമർ എല്ലാവരും നല്ലവണ്ണം പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആ പശു ആടിനോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ലാസ്റ്റ് എന്താണ് പറഞ്ഞു നിർത്തിയത്? ആട് പറഞ്ഞു, മനുഷ്യന് ആരും ഇനി നന്മ ചെയ്യാതിരിക്കട്ടെ, അള്ളാഹു മനുഷ്യനോട് യാതൊരു ഉടമ്പടിയും ചെയ്യാതിരിക്കട്ടെ, ഇടപാട് നടത്താതിരിക്കട്ടെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നലെ ചർച്ച ചെയ്തത്. ആ പശു വിലപിച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ്. എന്നിട്ട് തുടർന്ന് ആ പശു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കയ്യിൽ ടെസ്റ്റ് കരുതുക, ടെസ്റ്റ് പിടിക്കുക. എന്നിട്ട് ക്ലാസ് നല്ല രീതിയിൽ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ടെസ്റ്റ് തുറന്ന് ഓപ്പൺ ആക്കിയിട്ട് തയ്യാറായി ഇരിക്കുക. ദൂത് കം ദോം തോ ബഡ് ബഡാത്ത ഹെ. ഇനി അവിടുന്നാണ് എടുക്കാനുള്ളത്. ആ പശു പറയാണ്, ദൂത് കം ദോം തോ ബഡ് ബഡാത്ത ഹെ. ആ മനുഷ്യന് ഞാൻ പാല് കുറച്ച് കൊടുത്താൽ അവൻ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കും. ബഡ് ബഡാന എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചം പറയുക. അതിൻ്റെ നെസ്ർ എങ്ങനെയാണ് കൊടുക്കുക? ജോ മേം ദൂത് കം ദൂം തോ ബഡ് ബഡാത്ത ഹെ. ജോ മേം ദൂത് കം ദൂം തോ. ഞാൻ അവൻക്ക് പാല് കുറച്ച് നൽകുമ്പോൾ ബഡ് ബഡാത്ത ഹെ. അപ്പോൾ ബഡ് ബഡാത്ത ഹെ എന്നുള്ളതിന് വോ ആദമി അല്ലെങ്കിൽ ആദമി ബഡ് ബഡാത്ത ഹെ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വോ ബഡ് ബഡാത്ത ഹെ, ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പൊങ്ങച്ചം പറയുന്നു. ഒന്നുമാടി അതിൻ്റെ നെസ്ർ പറഞ്ഞു തരാം. ജോ മേം ദൂത് കം ദൂം തോ വോ ബഡ് ബഡാത്ത ഹെ. ഓക്കെ. അടുത്തത് ഹൂം ജോ ദുബിലി തോ ബീച്ച് ഗാത്ത ഹെ. അതിൻ്റെ നെസ്ർ ഇങ്ങനെയാണ്. ജോ ദുബിലി ഹും, ജോ മേം ദുബിലി ഹും, ദുബ്ല ദുബ്ലി. ദുബ്ല എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ, അതിൻ്റെ മുഅന്നസാണ് ദുബ്ലി. അപ്പോൾ പശു മുഅന്നസാണല്ലോ, അതുകൊണ്ടാണ് ദുബ്ലി എന്ന് പറഞ്ഞത്. അപ്പോൾ ജോ മേം ദുബ്ലി ഹും, ഞാൻ മെലിയുമ്പോൾ, തോ അപ്പോൾ, ബീച്ച് ഗാത്ത ഹെ വിറ്റ് തിന്നുന്നു. ബീച്ച് ഗാന വിറ്റ് തിന്നുക. ആ വാക്ക് നോട്ട് ചെയ്യുക. ബീച്ച് ഗാന എന്ന് പറഞ്ഞാൽ വിട്ട് തിന്നുക എന്നാണ് അർത്ഥം. വിറ്റ് തിന്നുക എന്നാണ് അർത്ഥം. ബീച്ച് ഗാന, ബീച്ചിനെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ബീച്ച് ഗാന വിറ്റ് തിന്നുക. അപ്പോൾ ഒന്നുപാടി നോക്കൂ. ജോ മേം ദുബ്ലി ഹും തോ ബീച്ച് ഗാത്ത ഹെ. അപ്പോൾ വോ ബീച്ച് ഗാത്ത ഹെ എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇസ്കെ ബച്ചോങ്കോ പാൽത്തി ഹൂം മേം. അതിൻ്റെ നെസ്ർ ഇങ്ങനെ ആയിരിക്കും. മേം ഇസ്കെ ബച്ചോങ്കോ പാൽത്തി ഹൂം. മേം ഞാൻ, ഇസ്കി ആ മനുഷ്യൻ്റെ, ബച്ചോങ്കോ കുട്ടികളെ, പാൽത്തി ഹൂം ഞാനാണ് എന്ത് ചെയ്യുന്നത്? പരിപാലിക്കുന്നത്. പാൽന പൂസന എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പാൽന എന്ന് പറഞ്ഞാൽ, പാൽന പൂസനൊക്കെ എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക, കെയർ ചെയ്യുക. പാലിനെ പരിപാലിക്കുക. പഠിച്ചു വെക്കുക. പാലിനെ പരിപാലിക്കുക. അപ്പോൾ മേം ഇസ്കെ ബച്ചോങ്കോ പാൽത്തി ഹും, ഞാനാണ് ആ മനുഷ്യൻ്റെ കുട്ടികളെ പരിപാലിക്കുന്നത്. ദൂത് സേ ജാൻ ഡാൽത്തി ഹും മേം. അതിൻ്റെ നെസ്ർ ഇങ്ങനെ. മേം ദൂത് സേ ജാൻ ഡാൽത്തി ഹും. മേം ഞാൻ, ദൂത് സേ ആ പാൽ കൊണ്ട്, ജാൻ ഡാൽത്തി ഹും ജീവൻ നൽകുന്നു. ജാൻ ഡാൽന എന്ന് പറഞ്ഞാൽ ജീവൻ നൽകുക എന്നാണ് അർത്ഥം. ജാൻ ഡാൽന ജീവൻ നൽകുക. അപ്പോൾ മേം ദൂത് സേ ജാൻ ഡാൽത്തി ഹും, ഞാനാണ് ആ മനുഷ്യന് പാൽ കൊണ്ട്, പാലിൽ നിന്ന് ജീവൻ നൽകുന്നത്. सुन के बकरिए माजरा सारा बोली
ഐസ ഗില നെഹി മച്ച. ഓക്കെ, അതിൻ്റെ നെസ്ർ ഇങ്ങനെയാണ്. ഏ സാറ മാജിര സുൻകെ ബക്കരി ബോലി. അടുത്ത വരിയുമായി റിലേറ്റഡ് ആണ്. ഏ സാര മാജിറ സുൻകെ ബക്കരി ബോലി. അങ്ങനെയാണ് അതിൻ്റെ നെസ്ർ. അപ്പോൾ ഏ സാറ മാജിറ. മാജിറ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. മാജിറ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മാജിറ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ മുമ്പ് പഠിച്ച വാക്കാണ്. മാജിറ എന്ന് പറഞ്ഞാൽ സംഭവം. മാജിറ സംഭവം, മാജിറ ഹോന സംഭവിക്കുക എന്നെല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഏ സാര മാജിറ സുൻകെ, ഈ മുഴുവൻ സംഭവവും കേട്ടിട്ട്, സുന്ന കേൾക്കുക നമ്മൾ പഠിച്ചാണ്. ഏ സാറ മാജിറ സുൻകെ, ഈ എല്ലാ സംഭവങ്ങളും കേട്ടിട്ട് ബക്കരി ബോലി, ആട് പറഞ്ഞു, ഐസ ഗില നെഹി മച്ച. ഗില എന്ന് പറഞ്ഞാൽ പരാതി, പരിഭവം എന്നെല്ലാം പറയാം. ഗില പരാതി എന്ന് നോട്ട് ചെയ്തോളൂ. ഐസ ഗില അച്ഛ നെഹി ഹെ. അപ്പോ അങ്ങനെ പറയാം, അതാണ് അതിന്റെ ആൻസർ. ഐസ ഗില, ഇത്തരത്തിലുള്ള പരാതി അച്ഛ നെഹി ഹെ, എന്തല്ല, നല്ലതല്ല. എന്നിട്ട് ആട് ആ പശുവിനോട് ഉപദേശിക്കാണ്. എന്താണ് ഉപദേശിക്കുന്നത്? ഏ ചറാഗ, ഏ ടണ്ടി ഹവ, ഏ ഹരി ഗാസ് और ये സായ. ആടിങ്ങനെ പറയാൻ തുടങ്ങാണ്. ഏ ചറാഗ, ഈ മേച്ചിൽ സ്ഥലം. ചറാഗ എന്ന് പറഞ്ഞാൽ മേച്ചിൽ സ്ഥലം. ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു ചർത്തെ അല്ലെ, ചർത്തെ മേഞ്ഞുകൊണ്ട്. ചർന എന്ന് പറഞ്ഞാൽ മേയുക. ചർന എന്ന് പറഞ്ഞാൽ മേയുക. ചറാന എന്ന് പറഞ്ഞാൽ മേയ്ക്കുക. നമ്മൾ ആടുകളെ അതുപോലെ പശുക്കളൊക്കെ മേയ്ക്കുന്നതിന് ചറാന എന്നാണ് പറയുക. അതുപോലെ ചറാഗ അല്ലെങ്കിൽ ചറാഗാഹ് എന്നെല്ലാം പറഞ്ഞാൽ മേച്ചിൽ സ്ഥലം എന്നാണ് അർത്ഥം. മേച്ചിൽപ്പുറം, മേച്ചിൽ സ്ഥലം. ഓക്കെ, ഏ ചറാഗ, ഈ മേച്ചിൽ സ്ഥലവും, ഏ ടണ്ടി ഹവ, ഈ തണുത്ത കാറ്റും. അയ്യോ അല്ലെ, ടണ്ടി ഹവ, തണുത്ത കാറ്റും. അത് പഠിക്കട്ടോ. ഏ ടണ്ടി ഹവ, ഈ തണുത്ത കാറ്റും. ഏ ഹരി ഗാസ്, ഈ പച്ചപ്പുല്ലും. ഹര എന്ന് പറഞ്ഞാൽ പച്ച, ഗാസ് എന്ന് പറഞ്ഞാൽ പുല്ല്. ഏ ഹരി ഗാസ്, ഈ പച്ചപ്പുല്ലും. और ये സായ, ഈ തണലും. സായ എന്ന് പറഞ്ഞാൽ തണൽ. और ये സായ, ഈ തണലും. ये മസെ, ഈ ആനന്ദവും. ആദമി കെ ദംസെ ഹെ, മനുഷ്യൻ കാരണമായിട്ടാണ്. കെ ദംസെ, കാരണമായി. കെ ദംസെ നോട്ട് ചെയ്യുക, ഒരു യൂസേജ് ആണ്. കെ ദംസെ കാരണമായി. അപ്പോ ഏ മസെ, ഈ ആനന്ദവും. ആദമി കെ ദംസെ ഹെ, മനുഷ്യൻ കാരണമായിട്ടാണ്. അടുത്ത വരി, ലുത്തുഫ് സാരെ ഉസ്കെ ദംസെ ഹെ. അതിന്റെ നെസ്റ് സാരെ ലുത്തുഫ്, എല്ലാ ആനന്ദവും. എല്ലാ ലുത്തുഫ് എന്ന് പറഞ്ഞാൽ എന്താ? കാരുണ്യം. അപ്പോൾ സാരെ ലുത്തുഫ്, എല്ലാ കാരുണ്യവും. ഉസ്കെ ദംസെ ഹെ, അവൻ കാരണമായിട്ടാണ്, ആ മനുഷ്യൻ കാരണമായിട്ടാണ്. കെ ദംസെ, കാരണമായിട്ട്. കദിർ ആറാം കി അഗർ സംജോ. അതിന്റെ നെസ്റ് ഇങ്ങനെ, അഗർ ആറാം കി കദിർ സംജോ. അഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇഫ് ഉപയോഗിക്കൂലേ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എക്സാം എന്ന് പറയില്ലേ, ഒരു ഷർത്തായിട്ട് നമ്മൾ ഉപയോഗിക്കലുണ്ടല്ലോ ഇഫ്. നീ അങ്ങനെ ചെയ്താൽ നീ വിജയിക്കും, നീ പഠിക്കാതിരുന്നാൽ നീ പരീക്ഷയിൽ തോൽക്കും എന്നെല്ലാം നമ്മൾ ഇഫാണ് ഉപയോഗിക്കുക ഇംഗ്ലീഷിൽ. അതിൻ്റെ അതേമാതിരിയാണ് ഉറുദുവിൽ അഗർ ഉപയോഗിക്കുക. ഇഫ് എന്ന അർത്ഥത്തിൽ. അപ്പോൾ അഗർ ആറാം കി കദിർ സംജോ, നീ നിന്റെ ആനന്ദത്തിന്റെ അളവ് അറിയുകയാണെങ്കിൽ. ആദമിക്കോ കബി ഗില നെ കരോ, മനുഷ്യന് ഒരിക്കലും പരാതി പറയരുത്. ആദമിക്ക, മനുഷ്യനെ, കബി ഒരിക്കലും, ഗില നെ കരോ, പരാതി പറയരുത്. മനുഷ്യനെ കുറിച്ച് ഒരിക്കലും പരാതി പറയരുത്. മനുഷ്യനെ കുറിച്ച് ഒരിക്കലും കുറ്റം പറയരുത്, പരിഭവം പറയരുത്. ഗില കേട്ടോ, ഗില പറഞ്ഞാൽ പരാതി പറയുക, കുറ്റം പറയുക. അപ്പോൾ മനുഷ്യനെ കുറിച്ച് ഒരിക്കലും ഈ നമ്മൾ അനുഭവിക്കുന്ന ഈ മേച്ചിൽപ്പുറങ്ങളും ഈ ഹരിതാപമായ പുല്ലും അതുപോലെ ഈ തണുത്ത കാറ്റുമെല്ലാം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇത്രയും ആനന്ദത്തിലും സുഖത്തിലും കാരുണ്യത്തിലും നമ്മൾ കഴിയുമ്പോൾ ഇതെല്ലാം കാരണം ഈ മനുഷ്യനാണ്, മാനവനാണ്, മർത്യനാണ്. അതുകൊണ്ട് തന്നെ ആട് പശുവിനോട് പറയാണ്, ഒരിക്കലും നീ എന്ത് ചെയ്യരുത്, ആ മനുഷ്യനെ, ഇത്രയും നല്ല പ്രകൃതി നമുക്ക് തന്ന ആ മനുഷ്യനെ നീ ഒരിക്കലും കുറ്റം പറയരുത് എന്ന് ആട് ആ പശുവിനെ ഉപദേശിക്കുകയാണ്.
ഗായ സുൻകർ യേ ബാത്ത് ശർമായി. അതിൻ്റെ നസർ ഇങ്ങനെ, യേ ബാത്ത് സുൻകർ, ഈ സംസാരമെല്ലാം കേട്ട്, ഗായ ശർമായി, ഈ പശു എന്ത് ചെയ്തു, ലജ്ജിച്ചു. ഷറം ആന എന്ന് പറഞ്ഞാൽ ലജ്ജിക്കുക. ഷർമായി അതിൻ്റെ മോനസാണ്. ഷറം ആന, ലജ്ജിക്കുക. ഷറം എന്ന് മാത്രം പറഞ്ഞാൽ ലജ്ജ. ഷറം ഷർമന്തഗി എന്നെല്ലാം പറഞ്ഞാൽ ലജ്ജ എന്നാണ് അർത്ഥം. ഷറം ഷർമന്തഗി, ലജ്ജ. ഷറം ആന, ലജ്ജിക്കുക. ഷറമായി, ലജ്ജിച്ചു. അപ്പോ യേ ബാത്ത് സുൻകർ ഗായ ശർമായി, ഇതെല്ലാം കേട്ട് ആ പശു ലജ്ജിച്ചു. ആദമിക്ക് ഗിലാസെ പച്ചത്തായി, മനുഷ്യൻ ആദമിക്ക് ഗിലാസ്, മനുഷ്യനെ പരാതി പറയുന്നതിൽ നിന്ന് പച്ചത്താന. ഈ പദം നമ്മൾ പഠിച്ചതാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവും? പച്ചത്താന എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിക്കുക. അപ്പോ ഇത് നമ്മൾ പഠിച്ചതല്ലേ, ഓർമ്മയില്ലേ? നമ്മള് ഏതിനാ പഠിച്ച? ഷെയ്ഖ് സദീഖ ഖാബ്, അവന്റെ ആ കുട്ടി സ്വപ്നം കണ്ട ആ പാഠത്തിൽ പച്ചത്താന, പശ്ചാത്തപിക്കുക എന്ന് നമ്മൾ പഠിച്ചതാണ്. ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദമിക്ക് ഗിലാസെ പച്ചത്തായി, മനുഷ്യനെ പരാതി പറയുന്നത്, മനുഷ്യനെ കുറിച്ച് പരാതി പറയുന്നതിന് ആ പശു എന്ത് ചെയ്തു? പച്ചത്തായി, പശ്ചാത്തപിച്ചു. പച്ചത്താന, പശ്ചാത്തപിക്കുക. ഗില നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, പരാതി, മനുഷ്യനെ കുറിച്ച് പരാതി പറയാം. ഗില പരാതി നമ്മൾ പഠിച്ചതാണ്. മനുഷ്യനെ കുറിച്ച് പരാതി പറയാ അല്ലെങ്കിൽ കുറ്റം പറയുന്നതിൽ നിന്ന് ആ പശു പച്ചത്തായി, പശ്ചാത്തപിച്ചു. ദിൽ മേം പർക്ക ബല ബുര ഉസ്നെ. അതിന്റെ നസ്ർ ഇങ്ങനെ, ഉസ്നെ ദിൽമേം ബലാബുര പർക്ക. ഉസ്നെ, ആ പശു, ദിൽമേ, മനസ്സിൽ, ബലാബുര നമ്മൾ ഇങ്ങനെ പഠിച്ചതാണ്. ബലാബുര, നന്മയും തിന്മയും, പർക്ക, പരിശോധിച്ചു. പറകിന എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക. നോട്ട് ചെയ്യുക. പറകിന പരിശോധിക്കുക. അപ്പോൾ ഉസ്നെ, ആ പശു, ദിൽമേം, മനസ്സിൽ, ബലാബുര, നന്മയും തിന്മയും, പറകിന, പരിശോധിച്ചു. പരിശോധിച്ചു. പറക എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പഠിച്ച മാസി മുത്തലക്കാണ്. പറകിന എന്നാണ് മസ്തർ, അതിന്റെ മാസി മുത്തലക്കാണ് പറകിന. പറക എന്ത്? പരിശോധിച്ചു എന്നർത്ഥം. മനസ്സിലായില്ലേ? എന്താണ്? പറകിന എന്നാണ് വാക്ക്. ആ പറകിനയുടെ ആ ന്യായ കളഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു? ഒരു അലിഫ് കൊടുത്തു. പറക, പരിശോധിച്ചു. ആന, ആയ, ആയ, അവൻ വന്നു. ഇന്നലെ മാസിമത്തിലേക്ക് പഠിച്ചില്ലേ, അതാണ് ഇത്. അപ്പോൾ എഴുതി വെക്കുക, പറകിന, പരിശോധിക്കുക. ഔർ കുച്ച് സോച്ചിക്കർ കഹ ഉസ്നെ. അതിന്റെ നസ്ര ഉസ്നെ, ഔർ ഉസ്നെ കുച്ച് സോച്ചിക്കർ കഹ. കുറച്ചു നേരം ആലോചിച്ചിട്ട് അവൻ പറഞ്ഞു. സോച്ചിന, ആലോചിക്കുക. കഹ, ആര് പറഞ്ഞു? ആ പശു പറഞ്ഞു. യോം തോ ചോട്ടി ഹേ ദാത്ത് ബക്കരീക്ക്. അല്ലെ, യോം ഇന്നലെ പഠിച്ചു. അതിന്റെ നസ്ർ ഇങ്ങനെ, ബക്കരീക്ക് ദാത്ത് യോം ചോട്ടി ഹേ തോ. ഈ ആടിന്റെ ശരീരം ചെറുതാണെങ്കിലും, ബക്കരീക്ക് ദാത്ത്, ആടിന്റെ ശരീരം, യോം ഇപ്രകാരം, ചോട്ടി ഹേ തോ, ചെറുതാണെങ്കിലും, ദിൽ കോ ലഗ്തി ഹേ ബാത്ത് ബക്കരീക്ക്. അതിന്റെ നസ്ർ ഇങ്ങനെ, ബക്കരീക്ക് ബാത്ത്, ആ ആടിന്റെ സംസാരം, ദിൽക്കോ ലഗ്തി ഹേ, മനസ്സിൽ തട്ടുന്നതാണ്. ദിൽക്കോ ലഗിന, മനസ്സിൽ തട്ടുക, മനസ്സിൽ കൊള്ളുക എന്ന് പറയില്ലേ, മനസ്സിൽ കൊള്ളുന്ന സംസാരം എന്ന് പറയില്ലേ, അതിനാണ് ദിൽക്കോ ലഗിന എന്ന് പറയാ. ദിൽ പർ അസർ കർണ. ദിൽക്കോ ലഗിന എന്നതിന്റെ മറ്റൊരു പദമാണ് ദിൽ പർ അസർ കർണ, മനസ്സിൽ തട്ടുന്ന, മനസ്സിൽ കൊള്ളുന്ന സംസാരം. അപ്പോ ബക്കരി കി ബാത്ത് ദിൽക്കോ ലഗ്തി ഹേ, ഈ ആടിന്റെ സംസാരം എന്താണ്? മനസ്സിൽ തട്ടുന്നതാണ്, മനസ്സിൽ കൊള്ളുന്നതാണ്. മനസ്സിൽ തട്ടുന്ന എന്നതിന് നല്ല മലയാളം എന്താണ് പറയാ? നിങ്ങളിൽ നിന്ന് നല്ല മലയാളം അറിയുന്ന കുട്ടികൾക്ക് ഉണ്ടാവും. ഹൃദയ സ്പൃക്കാണെന്നെല്ലാം നമ്മൾ പറയലില്ലേ? ഹൃദയ സ്പൃക്കാണ്, ഹൃദയഹാരിയാണ്,
അവൻ്റെ സംസാരം, അവൻ്റെ പ്രസംഗം ഒക്കെ ആ ഒരു അർത്ഥത്തിലാണ്, മനസ്സിൽ തട്ടുന്നതാണ്, മനസ്സിൽ കൊള്ളുന്നതാണ്, ഹൃദയസ്പൃക്കാണ്, ഹൃദയഹാരിയാണ്. അപ്പോൾ ബക്രി കി ബാത്ത്, ഈ ആടിൻ്റെ സംസാരം ദിൽക്കോ ലഗ്തി ഹെ, മനസ്സിൽ തട്ടുന്നതാണ്, ഹൃദയഹാരിയാണ്, ഹൃദയസ്പൃക്കാണ്. ഇത്രയേ ഉള്ളൂ ഈ പാഠഭാഗം. അപ്പോൾ ഇത് എല്ലാവരും നല്ല വണ്ണം പഠിക്കുക, ഓരോ വാക്കുകളും പഠിക്കുക, ഓരോ വാക്കുകളും ജുംലയിൽ പ്രയോഗിച്ച് ഓരോ വാക്കുകളും നമ്മുടെ വാക്കുകളാക്കി മാറ്റുക, നമ്മുടെ സംസാരത്തിൽ ആ വാക്കുകളെല്ലാം ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ഉറുദു ഇംപ്രൂവ് ചെയ്യുകയുള്ളൂ. ഓരോ വാക്കുകളും ജസ്റ്റ് പഠിച്ചു പോയിട്ട് കാര്യമില്ല, ആ വാക്കുകൾ നിരന്തരമായി ഓർക്കുകയും അതിനെ പറയുകയും അതിനെ എഴുതുകയും അതിനെ റിയലി ഡെയിലി നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മുടെ ഉറുദു റെഡിയാവുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അത്രയേ ഉള്ളൂ എന്ന് പറയുന്നത്. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ രചിച്ച ഒരു മനോഹരമായ കവിതയാണ്. ഇൻഷാ അല്ലാഹ് ഇതുമായുള്ള ബന്ധപ്പെട്ട ആക്ടിവിറ്റീസൊക്കെ നമുക്ക് ഇന്ന് തന്നെ ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാഹ് പുതിയ ക്ലാസ്സുമായി ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.